നമ്മളെല്ലാവർക്കും നല്ല ഇഷ്ടമാണില്ലേ, നല്ല നീളമുള്ള ഇടതൂർന്ന മുടി. അതേതൊരു പെണ്ണ് മോഹിക്കും മക്കളെ. അതിന് വേണ്ടിയിട്ട് നമ്മളാണെങ്കിലോ ഏത് വഴി വരെ പോവാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ അതിനായിട്ട് ഒരുപാട് മുടി കിട്ടണമെന്നുണ്ടെങ്കിൽ നെല്ലിക്ക നിങ്ങൾ ഒഴിവാക്കരുത്. പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ സവാളയാണ്. സവാള പിന്നെ ആരെ വീട്ടിലല്ലാതിരിക്കുക. നെല്ലിക്ക ചിലപ്പോൾ നമ്മളടുത്ത് കിട്ടാനൊക്കെ വീട്ടിലെപ്പോഴൊന്നും ഉണ്ടാവില്ല. പക്ഷെ സവാള എന്ന് പറഞ്ഞ സാധനം നമ്മൾ കറിക്ക് ഇടാനുള്ളത് ഇനിയിപ്പോൾ എന്തൊരു പലഹാരം ഉണ്ടാക്കണം ഒരു വിധം കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് സവാള. അപ്പോൾ ആ ഒരു സവാള, അപ്പം ഞാൻ എടുത്ത സവാളക്ക് ചെറിയൊരു കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റിയത് ചെറിയൊരു കഷ്ണം എടുത്തുക്കണേ. പിന്നെ മൂന്നാമതായിട്ട് ചേർക്കണ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ ഒരുപാടൊന്നും വേണ്ട. പിന്നെ നല്ല വണ്ണുള്ള ലീഫ് തന്നെ വേണമെന്നില്ല. ഒരു തൂമ്പ് ലീഫ് എടുത്താലും മതി. അതിൻ്റെ ജെല്ലൊന്നും എടുക്കില്ല. അത് മുഴുവനായിട്ട് നമ്മൾ അങ്ങോട്ട് ചീന്തി ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കറ്റാർവാഴൻ്റെ ലീഫിൻ്റെ മുകൾ ഭാഗം എടുത്താലും മതിയാവും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു നെല്ലിക്കണ്ടല്ലോ അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പതുക്കൊന്നിങ്ങനെ മുട്ടി കൊടുത്താൽ തന്നെ നെല്ലിക്ക നല്ല പോലെ ഒന്ന് ചതഞ്ഞിട്ടൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു നെല്ലിക്ക കഷ്ണങ്ങളൊക്കെ ഒരൊറ്റ നെല്ലിക്ക എടുത്തിട്ടുള്ളൂ. ആ ഒരു നെല്ലിക്കയിൽ തന്നെ ചെറിയ 2 കഷ്ണം ഞാൻ നല്ല ടേസ്റ്റുള്ള നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ നല്ല മധുരം കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു 3/4 ഭാഗം നെല്ലിക്കോളം എടുക്കണുള്ളൂ. അത് നല്ലോണം ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉലുവയാണ്. അപ്പോൾ ഈ ഒരു ഉലുവ വേണമെങ്കിൽ നമുക്ക് ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുക്കുക. പക്ഷെ നമ്മളിത് നല്ലോണം തിളപ്പിച്ചെടുക്കണം കൊണ്ട് തന്നെ ഈ ഉലുവ കതി കിടന്നിട്ട് വെന്തിട്ട് അതിൻ്റെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ചായപ്പൊടി, തേയില. ചായപ്പൊടി ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു മുടി ഇതുണ്ടല്ലോ ഇതിലിട്ട സാധനങ്ങളൊക്കെ ബെനിഫിറ്റ്. ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കും മുടിൻ്റെ വേരിനും ഒക്കെ കിട്ടാൻ പോകുന്ന അത്ഭുതം ഒരുപാട് ആരോഗ്യ ഔഷധ ഗുണങ്ങളാണ് ഇതൊക്കെ നമ്മുടെ തലമുടിക്ക്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. തിളപ്പിച്ചിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം വെന്തോട്ടെ. ഈ ഒരു കറ്റാർവാഴ ആയാലും ഇനി നെല്ലിക്കാണെങ്കിലും ഉലുവയായാലും പിന്നെ ഒരു വലിയുള്ളിയൊക്കെ ചായപ്പൊടിക്ക് മാത്രമേ വേവ് കുറവുള്ളൂ. അപ്പോൾ ഏതായാലും എല്ലാം കൂടി നല്ലോണം വെട്ടി തിളക്കട്ടെ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ കിടന്ന് അങ്ങനെ തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കുക. എന്നിട്ട് അതൊരു 3/4 ഗ്ലാസ് 1/2 ഗ്ലാസോളം ആവണ വരെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ തിളച്ചതൊക്കെ ഒന്ന് വേകുമ്പോഴേക്കും അതൊക്കെ നല്ലോണം കറക്റ്റായിട്ട് വെള്ളവും പാകമാവും, നല്ല വേവും ആവും. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ, ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. താരൻ, മുടികൊഴിച്ചിൽ, അകാല നിര തുടങ്ങിയ സാധാരണ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രകൃതിദത്തമായ പ്രതിവിധി തന്നെയാണ് കേട്ടോ നെല്ലിക്ക. വിറ്റാമിനുകൾ, ധാതുക്കൾ, അതുപോലെ തന്നെ ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ, അങ്ങനെ പല കാരണങ്ങളാലും ഒരുപാട് മുന്നിൽ സമ്പുഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് നെല്ലിക്ക. നമ്മളെ തലയോട്ടിയിലെ രക്തചക്രമണം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ, അതുപോലെ തന്നെ മുടിയുടെ കനം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. നല്ല കട്ടിയൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് ഈ ഒരു നെല്ലിക്ക നമ്മളെ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഇത് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇപ്പോൾ ഏതായാലും ലോ ഫ്ലെയിമിലൊക്കെ നിർത്തി വെച്ചിട്ട് 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 1/2 ഗ്ലാസോളം ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയത്തിന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യം ചെയ്യാണ്ട് കേട്ടോ. നല്ലോണം പ്രസ് ചെയ്ത് ആ ഒരു ഇതിൻ്റെ എല്ലാ ഉലുവൻ്റെ ഉള്ളത്തതും അതുപോലെ തന്നെ കറ്റാർവാഴൻ്റെ ഉള്ളത്തതും ഉള്ളി പിന്നെ കുറച്ചൊക്കെ ആയാലും അത് കിട്ടും വേഗം. പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക അത് ചതച്ചതാണ്. എല്ലാം കൂടെ നല്ലോണം പ്രസ് ചെയ്ത് ഇതിൻ്റെ നീര് മുഴുവൻ ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ.
നമ്മളിതിൽ സവാള ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ. ഈ സവാള ഇപ്പം ചേർക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കേണ്ടത് അതിപ്പോൾ കറി ഉണ്ടാക്കാൻ മാത്രമാണെന്ന്. അതല്ല കേട്ടോ. ഈ സവാളയിൽ സൾഫർ എന്ന് പറഞ്ഞൊരു സംഭവം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ മുടിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമല്ല, മുടിക്ക് നല്ല കൃത്യമായ ഘടന നൽകുന്നതിലൂടെ മുടി കൊഴിയാതെ നല്ല ആരോഗ്യത്തോടെ വളർത്തുന്നതിനും ഇതിന് വളരെ ഇതുണ്ട് കേട്ടോ, പങ്കുണ്ട്. കാരണം ഈ സൾഫർ എന്ന് പറഞ്ഞ സാധനം അതൊന്നും അല്ലാതെ പോലെ തന്നെ നമ്മളെ മുടി ഇങ്ങനെ വരണ്ട് പോകാതെ നല്ല ആരോഗ്യത്തോടെ വളരാനും ഈ ഒരു സൾഫർ നമ്മളെ തലമുടിക്ക് അത്യാവശ്യം ആണ്. അനാവശ്യം എന്നാണ് പറഞ്ഞത്, സോറി, അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു സൾഫർ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ തലമുടിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഏത് തന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സവാള അതിൽ കൂട്ടിക്കൊള്ളേണ്ടി കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഞാൻ ഞൗണ്ടിയിട്ട് അതിൻ്റെ നീര് അതുപോലൊരു പാത്രത്തേക്ക് ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ നല്ലൊരു കളറിൽ ഈ ഒരു ബ്ലാക്ക് പാത്രത്തിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഒരു വൈറ്റ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ കറ്റാർവായ നമ്മളെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ. നമ്മളെ തലയോട്ടിയിലെ പ്രകോപനങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മളെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ കറ്റാർവായക്ക് നല്ല പ്രത്യേക ഒരു കഴിവന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ള തേയില. ഈ തേയില എന്ന് പറഞ്ഞാൽ നമ്മളെ മുടി കൊഴിച്ചിൽ തടയാനും പിന്നെ ഈ നരച്ച മുടി ഉണ്ടല്ലോ, ഈ അകാല നിരയൊക്കെ ആയിട്ട് നരച്ചിരിക്കണ മുടി, അതൊക്കെ കറുപ്പിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു അത്യുഗ്രൻ പ്രതിവിധി തന്നെയാണ് കേട്ടോ ഈ ഒരു തേയില. ഈ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു പേടി തന്നെയാണ്, പേടി സ്വപ്നമാണ് മുടി കൊഴിഞ്ഞു പോകുമ്പോഴത്തിന് ബേജാറ്. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ എങ്ങനെ നിർത്താൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചിന്തിക്കേണ്ട, വേഗം ഈ ഒരു മെഡിസിൻ തയ്യാറാക്കിക്കോളി. എന്നിട്ട് ഇത് അതുപോലെ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ മുടിൻ്റെ സ്കാൽപ്പിൽ മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഇത് ചെയ്യേണ്ട സമയം കുളി കഴിഞ്ഞതിന് ശേഷമാണ്. കുളി കഴിഞ്ഞ് നല്ലോണം മുടിയൊക്കെ തോർത്തി ഉണക്കിയതിന് ശേഷം സ്കാൽപ്പിലേക്ക് ഇങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മുടി കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ നിവർത്തിയിടുകയൊക്കെ ചെയ്യുക. നിങ്ങളിതൊരു കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളെ മുടി നല്ലോണം വളരെ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കാണിക്കണതെങ്കിലും നിങ്ങൾ ഇതുപോലെ തലയോട്ടിൽ ഇങ്ങനെ ഒലിക്കാൻ മാത്രം ചെയ്യേണ്ട. കാരണം നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് മുടി കെട്ടി വെക്കുക, നീർത്തിലൊക്കെ. ഒരു ബാഡ് സ്മെല്ലും ഇതിനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.